Redmi 13c 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 9,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi 13c 4G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 4GB റാമും 128GB ഇന്റേണലും വരുന്നുണ്ട്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 128GB ഇന്റേണൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് കൂടാതെ 6GB റാം 128GB ഇന്റേണൽ വെർഷനും 8GB റാം 256GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. ഇതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രോസസർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. mediatekന്റെ helio G85 എന്നുള്ള പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസർ തന്നെയാണ്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാപിക്സലിലെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ മൂന്നാമത് ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഫോണിന്റെ ബോക്സിൽ 18 വാട്ടിന്റെ ചാർജർ വരുന്നില്ല. ഫോണിന്റെ ബോക്സിൽ 10 വാട്ടിന്റെ ചാർജറേ വരുന്നുള്ളൂ. 18 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ചാർജർ വേറെ മേടിക്കേണ്ടി വരും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ 18 വാട്ടിന്റെ ചാർജർ ഇല്ലാത്തത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പലപ്പോഴും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെ വരാറില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 18 വാട്ടിന്റെ ചാർജിംഗ് സ്പീഡെങ്കിലും കൊടുത്തു എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.09mm ആണ്. പിന്നെ ഈ ഫോണിന്റെ സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ സ്റ്റാർ ഷൈൻ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 8,999 രൂപയാണ്. 6GB റാം വെർഷന്റെ വില വരുന്നത് 9,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 11,499 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസറും അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 128GB ഇന്റേണലും കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണൊക്കെ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും Redmi 13c 4G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.